അവന്റെ പോക്കത്ര ശരിയല്ല. മിക്കവാറും സമയങ്ങളിലൊക്കെ ബാറില്ല. രാത്രി വളരെ വൈകിയാ വരുന്നത്. ചില ദിവസങ്ങളിൽ വരാറേ ഇല്ല. എന്തിനാടാ ഇങ്ങനെ നശിക്കുന്നെന്ന് ചോദിച്ചപ്പോ കല്യാണ നിശ്ചയം കഴിഞ്ഞതല്ലേ, ഇനി ഞാൻ എങ്ങനെ നടന്നാൽ എന്താന്നൊക്കെയാ പറയുന്നത്. മാത്രമല്ല ഇപ്പൊ അന്തിക്കൂട്ടിന് ഏതോ ഒരു പെണ്ണും കൂടെ ഉണ്ടെന്നാ അറിയുന്നേ. എന്താ നിന്റെ ഉദ്ദേശം? സുനന്ദയ്ക്ക് മറ്റൊരു വിവാഹം, അവർക്ക് സന്തോഷകരമായൊരു ജീവിതം. അതേ സുമുഖ, സുനന്ദ എന്നെ മറക്കണം. മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണം. ഒരിക്കൽ ഈ വിവാഹം നടത്താൻ വേണ്ടി നിന്റെ സഹായം ഞാൻ ആവശ്യപ്പെട്ടു. ഇന്ന് അതേ വിവാഹം മുടക്കാൻ നീ എന്നെ സഹായിക്കണം. ഹരി, നീ മറിച്ചൊന്നും പറയരുത്. എന്റെ കൂടെ നിൽക്കണം. എന്റെ കൂടെ നിന്നേ പറ്റൂ, സുനന്ദയുടെ നന്മയ്ക്ക് വേണ്ടി. സത്യവാൻ സാറും പ്രേമാനന്ദനും ഒന്നും ഇതറിയണ്ട. എന്തിനാടാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? ഹരി, നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൂടി. ഡോക്ടർ പറഞ്ഞില്ലേ, അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ഞാൻ കുടിച്ചാലെന്താ, കുടിച്ചില്ലേലെന്താ, തൽക്കാലം എനിക്ക് ദുഃഖങ്ങളെല്ലാം മറക്കണം. എന്നാ എനിക്കുണ്ട് ദുഃഖം, ഞാനും മറക്കട്ടെ. ഹലോ, റെസ്റ്റോറന്റ് അല്ലേ? ഈ സീരിയലിന്റെ ആൾക്കാർ ഇവിടെ അല്ലേ താമസിക്കുന്നത്? അതെ. മിസ് സുഹാസിനി പിള്ളയുടെ റൂം ഏതാ? 109. 110 ഫ്രീ ആണോ? അതെ. എങ്കിൽ ആ റൂം ഞങ്ങൾക്ക് വേണം. ഓ യെസ്. എനിക്ക് വേണ്ടി വലിയൊരു റിസ്കാ സൂസൻ ഏറ്റെടുത്തിരിക്കുന്നത്. സാരമില്ല ഹരി. ഹോട്ടൽ BNV പ്ലാസയിൽ നിന്നാണ്. ഇവിടെ ഒരുത്തിനൊരു പെണ്ണിനെയും കൊണ്ടുവന്ന് ഭയങ്കര ശല്യമാണ് സാർ. അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഉടൻ വന്നാൽ കയ്യോടെ പിടികൂടാം. റൂം നമ്പർ 110. ഹലോ ഹലോ, ഇത് പ്രേമാനന്ദൻ, സുകേഷിന് ചേച്ചിയുടെ ആള്. ഇത് ഹരികൃഷ്ണൻ, അതായത് ഈ സമൂഹ വിവാഹത്തിന്റെ സൂത്രധാരൻ. എന്താടാ ഇത്? ലിപ്സ്റ്റിക്കാ? ഇതല്ലേ സുനന്ദ കെട്ടാൻ പോകുന്ന പയ്യൻ ഹരികൃഷ്ണൻ? അതെ. ഇങ്ങോട്ടിറങ്ങി വാടി. ശീലാവതിയുടെ തിരുമോന്തയാണെന്ന് കണ്ടോട്ടെ. കൈ കുറെ കാശ് സെറ്റപ്പുള്ള ഏവനെ നീ വളച്ചെടുക്കും അല്ലേ? രണ്ടുപേരും നടക്ക്. നടക്കണേ, നടക്കാൻ. വായു നോക്കിയെടുക്കാൻ. അനാശാസ്യ പ്രവർത്തനത്തിന് യുവതിയും യുവാവും അറസ്റ്റിൽ. എന്നാലും ആത്മഹത്യാപരമായ ഒരു ഉപകാരം ചെയ്യലായി പോയി ഇത്. മനസ്സാ വാച കർമ്മണ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ഇങ്ങനെ ഒരു വാർത്ത നാണക്കേടായി പോയി. അത് ഞങ്ങൾ സഹിച്ചു. ഇന്ന് സുനന്ദ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെയായിരിക്കും. എനിക്കത് മതി. ഹലോ, ഇങ്ങോട്ടിരിക്കാം. ഞങ്ങൾ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ നീ കൂടെ പുറപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. നീ മിണ്ടരുത്. ഇവൻ പറയട്ടെ. ഇവളോട് നിനക്ക് എന്ത് സമാധാനമാ പറയാനുള്ളത്? എനിക്ക് ആരോടും ഒന്നും ബോധിപ്പിക്കാനൊന്നുമില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് വെച്ച് എന്റെ സ്വാതന്ത്ര്യം ഞാൻ ആർക്കും അടിയറവ് വെച്ചിട്ടില്ല. ചോദിക്കുന്ന കാശ് കൊടുത്താൽ ഇവളെ പോലെ 100 എണ്ണത്തിന് കിട്ടും തെരുവിൽ. അത് മതിയായിരുന്നു ജീവിതകാലം മുഴുവൻ. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇവൾ എന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ 3 ദിവസം കഴിഞ്ഞിട്ടുള്ളവളാ ഇവൾ. ഹരി, നീ ഒരു ദിവസത്തിന് ഇവളിട്ട വില 5000 രൂപയാണെങ്കിൽ ഇവളുടെ വില 25,000 രൂപയായിരുന്നു. നീ അനാവശ്യം പറയുന്നു. ഞാൻ വിടുക. നീ ഒരിക്കൽ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഫ്രോഡുകളാ ഈ കള്ള പിള്ളയും കുടുംബവും. നിനക്കറിയില്ല, ഇവൾ അന്ന് നമ്മളെ കുരങ്ങ് കളിപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയതാ ഇവളോടുള്ള പ്രതികാരം എനിക്ക്. അതിനുവേണ്ടി ഇവളെ മോഹിപ്പിച്ച് ആകാശം മുട്ടക്കൊണ്ടുവന്നു. ഇനി ഇവള് ദുഃഖിക്കണം. ഞാനുമായി കല്യാണം നിശ്ചയിച്ച ഇവളെ കെട്ടാൻ ഒരുത്തനും വരില്ല. നിശ്ചയിച്ച സമയത്ത് കല്യാണം നടത്താനാവാറെ നാട്ടുകാരുടെ മുമ്പിൽ താൻ നാണം കിടണം. എങ്കിലും മോഹൻ നടക്കാൻ പോകുന്നില്ല. അത് ഞാൻ അനുവദിക്കില്ല. നമുക്ക് കാണാവടി. ആ കാണാം. ദ്രോഹി. കുറെ പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിലും ആരുടെയും ജീവിതം ഞാൻ തകർത്തിട്ടില്ല. അതുകൊണ്ട് പറയുക, അവളുടെ ഓരോ തുള്ളി കണ്ണുനീരിനും നീ അനുഭവിക്കും. ഹരി, നിന്നെ എന്റെ സ്റ്റാഫായിട്ടല്ല അനിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ നിമിഷം മുതൽ നീ എന്റെ ആരുമല്ല.
എന്റെ കമ്പനികൾക്ക് സ്ഥാനമില്ല. എത്രയും പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞിരണം. സാർ സാർ എടാ ഞാൻ മുതലാളി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ ഒരു അവസ്ഥയിൽ ഏത് ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിലും വിഷമിക്കും, ഇല്ലേ? മോനെ നന്ദ, നിനക്ക് സുനന്ദയെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഈ അമ്മാവനറിയാം. ഒരിക്കൽ അവൾ നിന്നെ വിട്ടിയാക്കി. എന്നിട്ടും എല്ലാം മറന്നു നീ ഞങ്ങളുടെ കൂടെ നിന്നു. നിന്റെ വലിയ മനസ്സ് കാണാൻ അവക്ക് കണ്ണില്ലാതെ പോയി. അതിന് അവക്ക് ദൈവം കൊടുത്ത ശിക്ഷയാടായത്. എന്റെ നാണം കെടുത്തുവെന്നും എന്റെ മകള് കെട്ടാച്ചരക്കായി നിന്ന് മുരടിച്ചു പോകുന്നു അവൻ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു പോയടാ. അതുകൊണ്ട് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അവിടെ വിവാഹം നടക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? സുനന്ദയെ ഇപ്പോഴും നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കഴുത്തിൽ നീ തന്നെ താലി കെട്ടണം. വേണ്ട മാവ, സുനന്ദയ്ക്ക് ഇഷ്ടമില്ലാത്ത ഈ ബന്ധത്തിന് അവളെ ഒരിക്കലും നിർബന്ധിക്കുന്നത് ശരിയല്ല. അങ്ങനെയുള്ള ജീവിതത്തിൽ സന്തോഷം അഭിനയിക്കാനേ കഴിയും, ആത്മാർത്ഥത ഉണ്ടാവില്ല. നിലനിൽപ്പിന് വേണ്ടി പലരോടും പല കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരുടെയും മുമ്പിൽ തലകുലിക്കാത്തവനാണ് അതിന്റെ അമ്മാവൻ. ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്റെ മകൾക്ക് വേണ്ടി. അയ്യോ അമ്മാവ, അച്ഛൻ പറഞ്ഞത് ശരിയാ. ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിതൊക്കെ. നന്ദേട്ടൻ എന്നോട് വെറുപ്പില്ലെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ഞാനിത് പറയുന്നത് സന്തോഷം അഭിനയിക്കാനല്ല, ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ തന്നെ. അയ്യോ സാർ, ബാർ അടച്ചു. അടച്ചോ? അതെന്ത് പണിയാത്? മണി 10:30 ഉള്ളൂ, അപ്പോഴേക്കും അടച്ചോ? ഇപ്പൊ 10:30 മുമ്പ് അടയ്ക്കണമെന്നാ നിയമം. അതെവിടുത്തെ നിയമാണോ അത്? പിന്നീട് തന്റെ മുതലാളി അനിൽമേനെ. മുതലാളി സ്ഥലത്തില്ല. ഇല്ലേ? സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി ഒരു ഫുള്ള് മേടിക്കാന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല. ഫ്ലൈറ്റിൽ വെച്ച അടുത്തിരുന്നൊരു മദാമ്മയുടെ ഓസ് ഒരു 4 എണ്ണം വീശി. അത് മോഹൻഡ് റോക്സ്. എവിടെയേക്കാൻ സ്വന്തം നാട്ടിലിറങ്ങി കോട്ട തയ്ച്ച ഒരു 5-6 എണ്ണം കൂടി വീശാന്ന് വിചാരിച്ചപ്പം ഇങ്ങനത്തെ റൂൾസ് ഒക്കെ വന്നാ എന്നെ പോലുള്ള പാവം മദ്യപാനികൾ വിഷമിച്ചു പോവല്ലോ ആശാനെ. സുമുഖ കള്ളൂടിയ ഡോക്ടർ അറിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു ഡോക്ടർ. അത് തന്നെയാടാ ഞാനും പറയണ. ഞാൻ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയി. അതല്ല, പിന്നെ നമ്മുടെ ഹരിയുടെ കാര്യം. അവൻ നമ്മളെയൊക്കെ വിട്ടു പൊക്കോണ്ടിരിക്കുക. മനുഷ്യന് മനസ്സിലാവേണ്ട ഭാഷ പറയടാ. എല്ലാം ഞാൻ പറയാം. ഡോക്ടർ എന്റെ കൂടെ വീട്ടിലേക്ക് വാ. ഹരി, സാറ് പോയില്ലേ? നാളെ കല്യാണമൊക്കെ ആയിട്ട് പുതുമണവാളിന് ഇടക്കിടന്ന് കറങ്ങാണോ? അവരെല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ജീവിതത്തിൽ വിവാഹമേ വേണ്ടാന്ന് തീരുമാനിച്ചിരുന്ന എനിക്ക് ഒരു വഴിത്തിരിവുണ്ടാക്കി തന്ന നീയാണ്. ആ നിന്നോടൊരു വാക്ക് പറയാതെ ഞാൻ എങ്ങനെയാടാ? എന്താടാ കൃഷ്ണ, നിനക്ക് എന്തു പറ്റിയടാ? ഡോക്ടറാ. നീ ഇവന്റെ എക്സ്റേയും പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് വന്നേ. ഓ. ഇതിങ്ങനെ എത്ര ആളായി തുടങ്ങിയിട്ട്? 1 മാസമായി. 1 മാസമായോ? ഈ തലവേദന എപ്പോഴും വരാറുണ്ടോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക്. എക്സ്റേ എടുത്തേ. സ്കാൻ. ഇൻഫെക്ഷനും ഇല്ല, ഒരു മാങ്ങാത്തൊരി ഇല്ല. പെർഫെക്റ്റ്. ഏത് ഡോക്ടറാണ് നിന്നെ പരിശോധിച്ചത്? ഡോക്ടർ ശങ്കർ. ശങ്കറിനെ നിനക്ക് നേരത്തെ പരിചയമുണ്ട്? ഇല്ല. ഇതിലെന്തോ ചതിയുണ്ട്. പ്രിസ്ക്രിപ്ഷൻ ബെസ്റ്റ്. കൊള്ളാം. എന്താ ഡോക്ടർ? He is cheated.
മരിച്ചു പോകുമെന്ന് കരുതി സ്വയം വിവാഹം മുടക്കുക, അതിനുവേണ്ടി വൃത്തികെട്ട കളികൾ കളിക്കുക. ഡോക്ടർ ഒരൊറ്റ അടി വെച്ച് വന്നാലുണ്ടോ? അപ്പൊ പിന്നെ എന്തായിരുന്നു ഡോക്ടർ ഇവന്റെ പ്രോബ്ലം? ഇൻടോക്സിക്കേഷൻ മെഡിസിൻസ് അവർ എഴുതി കൊടുത്തിരിക്കുന്നു മുഴുവൻ. ഇത് കഴിച്ചാൽ ഇവൻ അസുഖം വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നല്ലോടാ. എന്നിട്ട് മതിയായിരുന്നല്ലോ ഈ നാടകളി. സുനന്ദ ഒന്നും അറിയണ്ടെന്ന് കരുതിയാ ഞാൻ എല്ലാം മറച്ചു വെച്ചത്. ഇനിയിപ്പോ എന്ത്? എനിക്ക് സുനന്ദ വേണം. ഇപ്പൊ പുറപ്പെട്ട നമുക്ക് മുഹൂർത്തത്തിന് മുമ്പ് മണ്ഡപത്തിൽ എത്തിച്ചേരാൻ പറ്റും. വരട്ടെ. അതിനു മുമ്പ് ആ റാസ്കലിനെ നമുക്ക് പൊക്കണം, ഡോക്ടർ ശങ്കറിനെ. അവൻ എന്തിനു വേണ്ടി ഇത് ചെയ്തതെന്ന് നമുക്കൊന്ന് അറിയണം. നായിന്റെ പോലെ സ്വന്തം പ്രൊഫഷനോട് നീ തന്തയില്ലായ്മ കാണിച്ചത്. മരിക്കാൻ മരുതെഴുതും. ഇതെന്താണെന്ന് അറിയാമോടാ? ഇത് ചാപ്പാടടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. നിന്റെ തലയിൽ ഇൻഫെക്ഷൻ വരുത്താൻ ഈ ഇടി ധാരാളം. കീറിക്കളായി ഞാൻ. പറയടാ, എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? പറയാൻ. ഞാനെല്ലാം പറയാം. പ്ലീസ്, നന്ദകുമാർ പറഞ്ഞിട്ടാ ഞാനിതെല്ലാം ചെയ്തത്. സുനന്ദ അങ്ങനെ സ്വന്തമാക്കാൻ. നീ ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വരണം. എങ്ങോട്ട്? കല്യാണ മണ്ഡപത്തിലേക്ക്. തെളിവ് സഹിതം കാര്യങ്ങൾ ചിലരെ ബോധിപ്പിക്കാനുണ്ട്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ വരാം. പോരാ. എക്സ്ക്യൂസ് മീ, കുട്ടി മാരീഡ് ആണോ? വേറെ കൊണ്ടല്ല, ഈ 4 കല്യാണങ്ങളും ശരിയായി കൊടുത്ത് ഞാനാ. അതുകൊണ്ട് ചോദിച്ചാ. കുട്ടിക്ക് പറ്റിയ പയ്യന്മാരും എന്റെ പക്കലുണ്ട്. ഏത് കോളേജിലാ പഠിക്കുന്നത്? മോളെ തള്ളയാണല്ലേ? എടീ, സുഹാസിനിയെ ഇനി കണ്ടില്ലല്ലോ. ഷൂട്ടിംഗ് തീർന്നില്ലയോ ആവോ? മുഹൂർത്തത്തിന് മുമ്പ് എത്തിച്ചോളാന്ന് ഡയറക്റ്റ് വാക്ക് പറഞ്ഞാണല്ലോ. മൊബൈലിലാണ് വിളിച്ചിട്ട് കിട്ടണമില്ല. അച്ഛാ, സത്യവൻ ചേട്ടൻ വരുമോ ഇപ്പോ? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഇതൊക്കെ എവിടെ പോയി കിടക്കുക? എവിടെയെങ്കിലും ഒരു ഭാര്യ ഉണ്ടാവും. നിർത്തണേ. ഇന്നലത്തെ കെട്ടു. ഇന്നത്തെ കെട്ട് നടക്കുമെന്നാ ഞങ്ങളുടെ ടെൻഷൻ. ഒന്ന് വേഗം വണ്ടി വിടും. ചേച്ചി നേരത്തെ വന്നല്ലേ? ചെല്ലപ്പാ, അടുക്കള ഭാഗത്തേക്ക് ചെല്ലപ്പാ. ഉണ്ണിയണ്ണ വന്ന് ഉണ്ണിയണ്ണ. എടോ, ആ സത്യവാനെ കാണുന്നില്ലല്ലോ. മുഹൂർത്തത്തിന് സമയമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാർ വിഷമിക്കണ്ട. ഒന്ന് അമർത്തി മൂളിയാ മതി. 5 മിനിറ്റിനകം നല്ല മണി പോലത്തെ ചെറുക്കനെ ഞാൻ കൊണ്ടുവരും. പക്ഷെ എനിക്ക് എന്ത് തരും? എന്നാ ഇത് വെച്ചോ. സോറി. സാരമില്ല. എന്നാ പിന്നെ കുറച്ച് റിലാക്സ്. സുഹാസിനിയുടെ വണ്ടിയല്ലേ പോകുന്നത്? സുഹാസിനെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ സംഗതി എളുപ്പമായി. ഉണ്ണികൃഷ്ണ, വണ്ടി ഓർത്തേക്ക്. സുഹാസിനി, ഒരു നിമിഷം പുറത്തേക്ക്. അച്ഛാ, സത്യവൻ ചേട്ടൻ വരാതെ എന്റെ കല്യാണം മുടങ്ങുമെന്തോ. അതേ മുതലാളി, എനിക്കൊരു സംശയം. ഇത് വല്ല കാരപാടത്തിൽപ്പെട്ട് തട്ടിപ്പോയി കാണും. എന്റെ മോളിങ്ങനെ നിലവിളിക്കാതെ. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവൻ നമ്മളെ വിളിച്ചറിയിച്ചേനെ. എനിക്ക് അത്രയും പോയില്ല. വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരു ലൈഫ് തരാം. പോയി. ഇനി എന്തായാലും നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് സുനന്ദയെ ഹരിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. അവിടെ ചെന്നാലുടൻ സുഹാസിന് തന്നെ സുനന്ദ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണം. പക്ഷെ നന്ദന്റെ തനിനിറം വെളിച്ചത്താക്കുന്നവരെ എല്ലാം രഹസ്യമാക്കി വെക്കണം. ഹലോ, അതെ. ആ അച്ഛനോ? ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക അച്ഛാ. ലൊക്കേഷനിൽ വരുന്ന വഴിയാ. ഇന്ന് രാത്രി ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡ് ഷൂട്ടിംഗ് ആയിരുന്നു. അയ്യോ, ഒട്ടും സമയമില്ല. താലികെട്ട് കഴിഞ്ഞ ഉടനെ ഇങ്ങ് തിരിച്ചു പോരണം. എന്നാ സത്യവാൻ സാർ വിട്ടു. ഞാനും സുമുഖനും അവരുടെ വണ്ടി വന്നോളാം. അതെന്തിനാ? രാവണന്റെ കോട്ട തകർക്കാൻ ഒരു ചെറിയ പ്ലാനിങ് കൂടി വേണ്ടി വരും. കറക്റ്റ്. ഓ, സമാധാനമായി. അവര് ലൊക്കേഷനിൽ നിന്ന് വരുന്ന വഴിയാണെന്ന്. കല്യാണം കഴിഞ്ഞാൽ ഉടനെ മടങ്ങിപ്പോവും. ഇനിയും 10 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടെന്ന്. അയ്യോ, അപ്പൊ ഫസ്റ്റ് നൈറ്റ് ഇല്ല, 10th നൈറ്റേ ഉള്ളൂ. മാരീഡ് ആണോ? അതെ, ഇതെന്റെ മോൻ. എല്ലാരും രക്ഷപ്പെട്ടു. നിങ്ങൾ ഇപ്പൊ ഇറങ്ങണ്ട, പിന്നെ വന്നാൽ മതി. ഗുഡ് മോർണിംഗ്. വന്നേ വന്നേ. എന്താ താമസിച്ചത്? ഞങ്ങൾ വരുന്ന വഴിക്ക് ബാക്ക് വീല് പഞ്ചറായി. സ്റ്റെപ്പിനി ഇല്ലായിരുന്നു. പിന്നെ ഫ്രണ്ട് വീലെടുത്ത് ബാക്കിലിട്ടു. അതാ താമസിച്ചത്. ഈ കല്യാണം തീരുമാനിച്ചതിന് ശേഷം ഇവൾ ഇടയ്ക്കിടയ്ക്ക് പേടിക്കുന്നുണ്ട്. അത് സാരമില്ല, ശരിയാക്കാം. സുഹാസിന് എത്തിയല്ലോ. ഇനി മുഹൂർത്തം തെറ്റിക്കണ്ട.
മീശ 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 മൂട്. ഞാൻ മൂടി, നീ മൂട്. സോറി. ഞാനെന്തിനു മൂടണം? ഇൻവിറ്റേഷൻ സ്വർഗത്തിലേക്ക് വായിച്ചോ? ദൈവങ്ങളെല്ലാം ഫാമിലിയോടാണല്ലോ വന്നിരിക്കുന്നത്. മിണ്ടായി ഇതൊക്കെ സീരിയലിന്റെ ആൾക്കാർ. അച്ഛാ, ദേ ഇത് ഹനുമാൻ. നമസ്കാരം. ശരിക്കുള്ള പേര് റഹ്മാൻ. പിന്നെ ഇത് രാവണൻ ചേട്ടൻ. ശരിക്കുള്ള പേര് ശ്രീരാമൻ. സോറി. ദേ ഇത് ശ്രീരാമൻ. ശരിക്കുള്ള പേര് സുഗുണൻ. സുഗുണൻ അല്ല സുഗുണൻ. എവിടെയോ കണ്ട് നല്ല മുഖപരിചയം. അത് പിന്നെ ശ്രീരാമന്റെ മുഖം ആർക്കാ അറിയാത്തത്? ഓ മറ്റേ രാമായണ സീരിയൽ. അച്ഛാ, ഇത് ഓ മണ്ടോദരി. മിണ്ടായിരേ. മിണ്ടാതിരി അല്ല, മണ്ടോതിരി. രാവണന്റെ വൈഫ്. അയ്യോ സമയം പോകുന്നു, മുഹൂർത്തം തെറ്റി. അയ്യോ അത് പാടില്ല. വരൂ, എല്ലാവരും വരൂ. കൊട്ട് കൊട്ട്, നിങ്ങൾ കെട്ട് കെട്ട്. ചെല്ലൂ. എടാ ദുഷ്ടാ. അടിയടാ അവനെ. ഇടടാ. അടിക്കണം. മണ്ടോദരിയുടെ വിശിരിപ്പ് കാണാൻ പോകുന്നതേ ഉള്ളടാ. കമ്മീഷൻ പോവും. ഞാൻ ഹനുമാൻ, നീ മണ്ടോദരി. ഓക്കെ? സോറി ഗുർക്ക. ഹരി പാവ. ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒക്കെ മോളുടെ തെറ്റിദ്ധാരണയാ. അയ്യോ വിടടി. അയ്യോ ആണോ നന്നാ വിടണ്ട. ഭജരംഗവലി. എല്ലാ സ്ത്രീയെ തല്ലുന്നോടാ തെണ്ടി സ്ത്രീ. ജയ ശ്രീരാമൻ. ഓം ഹനുമാൻ. മിസ്റ്റർ പിള്ളാശ്രീ, ഒരു ഹനുമാൻ എന്ന നിലയിൽ നാം പറയുകയാണ്, മുഹൂർത്ത തെറ്റു മുമ്പ് ഈ വിവാഹങ്ങൾ നാം നടത്തിത്തരും. ജയ് ഹനുമാൻ. ആരും കാണാതെ ഓരോ ജോഡികളെ ആ സൈഡിലുള്ള റൂമിലേക്ക് കൊണ്ടുവരൂ. ബാക്കി കാര്യം നാം നോക്കിക്കൊള്ളാം. ആഞ്ജനേയായ നമഃ. ആയുഷ്മാൻ ഭവ. ജയ ശ്രീരാമൻ. ജയ ശ്രീരാമൻ. ആ വാ 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 വാ. താലി. ആ താലി അവിടെ നിൽക്ക്. കമോൺ. ചെല്ല് ചെല്ല്. കമോൺ കമോൺ.
താലി വേഗം കൊട്ടുവേണം കൊട്ടുവേണം. വായിക്ക് വായിക്ക്. എന്താ സന്തോഷായില്ലേ? ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. നന്ദന്റെ തൽക്കാലം ശ്രീരാമൻ. അച്ഛാ അടുത്ത് എന്നെ നടത്തച്ച എനിക്ക് ഷൂട്ടിങ്ങിന് പോകാനുള്ള സുഖേഷൻ ചേച്ചി പുറകെ വരും. അവരുടെ നടത്തി ഞങ്ങൾ പോട്ടെ. അയ്യോ കെട്ടുവേണം. ഇതാക്കിട്. ഇനി നീ ഇടടാ. ചേച്ചി എന്റെ കല്യാണം കഴിഞ്ഞു. മാമാ വേഗം പാടാ. താലി താലി കെട്ടുവേണം. വായിക്ക്. മാലയിട്. ഇങ്ങോട്ടിട്. ഇവിടെ കൂടെ. അങ്ങോട്ടിട്. ഇങ്ങോട്ടിട്. കൺഗ്രാജുലേഷൻ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഓക്കെ താങ്ക് യു. അമ്മേ നിർത്തടാ. എവരെയൊക്കെ കെട്ടിച്ചുകൊടുക്കാൻ നീ ആരാടാ? അമ്മാവാ സുനന്ദ നന്ദന് കെട്ടിച്ചുകൊടുക്കരുത്. ആ ഹരി എവിടെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നീ ആരാ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ സുഖം. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. തിരിഞ്ഞു നിന്നു. വാടാ വാടാ വാടാ. അങ്ങോട്ട് കിടക്ക. ഹരിയ കൊട്ടുമേളം കൊട്ടി കൊഴിപ്പിക്കണേ. കെട്ടുവേണം കെട്ടുവേണം. എടാ പട്ടി, നീ എന്റെ ജീവിതം കൊണ്ടാടാ കളിച്ചത്. നീ എന്താ പറഞ്ഞത്? ജനനം മരണം വിവാഹം ഇതൊക്കെ ഈശ്വരനാ തീരുമാനിക്കുന്നെന്നോ? എന്നാ നിന്റെ മരണവും എന്റെ വിവാഹവും ഞാനാടാ തീരുമാനിക്കുന്നത്. എന്റെ ആഗ്രഹപ്രകാരം ദൈവം എല്ലാം നടത്തി തന്നു. നീ അവരെ അനുഗ്രഹിക്കാനായി തയ്യാറായിട്ട് നിന്നോ? അയ്യോ ദ്രോഹി, നീ എന്റെ മകളെ കെട്ടിയോ? അവൻ നിരപരാധിയാണ്. അതേ പിള്ളേ, 6 മാസത്തിൽ കൂടുതൽ ഹരി ജീവിച്ചിരിക്കില്ല എന്ന് പാവത്തിനെ നന്ദൻ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. സുനന്ദയുടെ ജീവിതത്തിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഇവൻ കളിച്ച നാടകമായിരുന്നു ഇതല്ല. എവിടെയാ ദ്രോഹി? പിടിക്കവനെ തല്ലിക്കൊല്ലേ. നിക്കടാ, ഈ ബാലൊന്ന് കൊളുത്തിക്കോട്ടെ. ഇതാണ് വിലങ്ക ദഹനം. എവന്റെ ആസനം കട്ടാൻ പോകുന്നു. ഒന്നും മനസ്സിലായില്ല. പ്രഹ്ലാദ പിള്ള. അയ്യോ അതല്ല അമ്മാവാ, കേരളത്തിലെ കല്യാണങ്ങളൊക്കെ ഇങ്ങനാണോ നടത്തുന്നെന്ന് ആ ഷൂ ചോദിച്ചത്. അതേന്ന് പറ, അല്ലെങ്കിൽ നാണക്കേടാ. ആ ചിങ്ങാൻ ചിക്ക ചൂക്ക. സന്തോഷമായില്ലെന്ന് ചോദിച്ചാൽ ഇയാളെന്തിനാ തല്ലുന്നത്? മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ച ആരാ തല്ലാത്തത്?